ചെറിയ പ്രശ്നങ്ങളിൽ പോലും മനസ്സ് പതറുന്നവരാണ് ഇപ്പോഴത്തെ തലമുറ. വീട്ടിൽ കലഹമുണ്ടായാലും ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും മാനസികമായി തകർന്നു പോകും. പിന്നെ അങ്ങ് സ്വയം മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കും. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് 18കാരി ആത്മഹത്യ ചെയ്തത് അയൽവീട്ടുകാരുടെ അസഭ്യവർഷത്തിൽ മനം നൊന്താണ്. വെണ്ണിയൂർ സ്വദേശിനിയും ITI വിദ്യാർത്ഥിനിയുമായ അനുഷയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വിഴിഞ്ഞം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വെണ്ണിയൂർ നെല്ലിവിള നെടിഞ്ഞിൽ കിഴക്കരിക് വീട്ടിൽ അജുവിന്റെയും സുനിതയുടെയും മകൾ അനുഷയെ വീടിന്റെ 2ാം നിലയിലുള്ള മുറിയിലാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സമയം അജുവിന്റെ പിതാവ് നേശമണി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അയൽവാസിയായ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ എത്തി അനുഷയെ അസഭ്യം പറഞ്ഞതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് കാട്ടി പിതാവ് വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകി. അയൽവീട്ടിലെ യുവാവും ഭാര്യയുമായി കുടുംബ പ്രശ്നം നിലനിന്നിരുന്നു. അവിടുത്തെ മരുമകൾ അനുഷ താമസിക്കുന്ന വീടിന്റെ പുരയിടം വഴി വന്നു എന്നതിനെ ചൊല്ലിയായിരുന്നു പ്രശ്നമെന്നും പോലീസ് അറിയിച്ചു. പുറത്തു പോയിരുന്ന തന്നെ മകൾ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞ് കരഞ്ഞെന്ന പിതാവ് പറയുന്നു. പിതാവ് എത്തിയപ്പോഴേക്കും മകൾ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നും പരാതിയിലുണ്ട്. ധനുവച്ചപുരം ITIയിൽ പ്രവേശനം നേടി ക്ലാസ് തുടങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു അനുഷ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതായും വിശദ അന്വേഷണം ആരംഭിച്ചതായും വിഴിഞ്ഞം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കി തോപ്രാംകുടിയിലെ ഷിജി എന്ന വീട്ടമ്മയുടെ ദുരൂഹമരണം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീട്ടിലെ കിടപ്പുമുറിയിലേക്ക് പോയ ഷിജിയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തി നോക്കിയപ്പോഴേക്കും വീട്ടമ്മ പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിൽ. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ മുരിക്കാശ്ശേരി പോലീസ് വീട്ടുകാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂവെന്നാണ് പോലീസ് പറയുന്നത്. ഇടുക്കി തോപ്രാംകുടിയിലെ വ്യാപാരിയായ പുത്തേട്ട് ഷാജിയുടെ ഭാര്യ ഷിജിയാണ് പൊള്ളലേറ്റ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് സംഭവ സമയത്ത് ഭർത്തൃമാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറക്കത്തിലായിരുന്ന ഇവർ നിലവിളി കേട്ടുണർന്ന് അലമുറയിട്ടതോടെ അയൽവാസികൾ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ ഷിജിയെ ശരീരമാസകലം പൊള്ളലേറ്റ നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തോപ്രാംകുടി മെർച്ചന്റ് അസോസിയേഷൻ വനിതാ വിഭാഗം സെക്രട്ടറിയാണ് മരിച്ച ഷിജി. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസും നാട്ടുകാരും പറയുന്നു. ആത്മഹത്യയാണെന്നും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. നഴ്സിംഗ് പഠന